വചനം 32. വാക്കർത്ഥം. വഖാല പറഞ്ഞു അല്ലദീന കഫറു അവിശ്വസിച്ചവർ ലൗലാ നുസ്സില എന്തുകൊണ്ട് ഇറക്കപ്പെട്ടില്ല, അവതരിപ്പിക്കപ്പെടരുതോ, അലൈഹി അവൻ്റെ മേൽ, അദ്ദേഹത്തിന്, അൽ ഖുർആനു ഖുർആൻ, ജുംലതൻ ഒട്ടാകെ മൊത്തമായി, വാഹിദതൻ ഒന്നായി ഒരേ ഒരു, കദാലിക അപ്രകാരം തന്നെ, ലിനുസബ്ബിത നാം സ്ഥിരപ്പെടുത്തുവാനാണ്, ഉറപ്പിക്കാൻ വേണ്ടി, ബിഹി അതുകൊണ്ട്, ഫുആദക നിന്റെ ഹൃദയത്തെ, വറത്തൽനാഹു നാം അതിനെ സാവകാശക്രമം വായിച്ചു തന്നിരിക്കുന്നു, സാവകാശത്തിലാക്കി തന്നു, തർത്തീലൻ ഒരു തരം ശരിക്കുള്ള സാവകാശക്രമം. وقال الذين كفروا لولا نزل عليه القرآن جملة واحدة كذلك لنثبت به فؤادك ورتلناه ترتيلا. അവിശ്വസിച്ചവർ പറയുന്നു, അദ്ദേഹത്തിന് അഥവാ നബിക്ക് ഖുർആൻ ഒട്ടാകെ ഒന്നായി ഇറക്കപ്പെടാത്തതെന്താണ് എന്ന്. അപ്രകാരം അഥവാ പല പ്രാവശ്യമായി അവതരിച്ചത് തന്നെയാണ്. നബിയെ, നിന്റെ ഹൃദയത്തെ അതുകൊണ്ട് നാം സ്ഥിരപ്പെടുത്തേണ്ടതിനു വേണ്ടിയാകുന്നു അത്. നാം അത് ശരിക്ക് സാവകാശക്രമം ഓതിത്തരികയും ചെയ്തിരിക്കുകയാണ്. 32-ാം വചനത്തിൻ്റെ വിശദീകരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഖുർആന്റെയും നേരെ കിട്ടുന്ന അവസരങ്ങളെല്ലാം ആക്ഷേപത്തിനും കുതർക്കത്തിനും ഉപയോഗപ്പെടുത്തുക പതിവാക്കിയിരുന്ന ആ അവിശ്വാസികൾ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണിത്. ഖുർആൻ എന്തുകൊണ്ടാണ് പല പ്രാവശ്യങ്ങളിലായി കുറേശ്ശെ മാത്രം അവതരിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ട് അത് ഒന്നായി ഒരു പ്രാവശ്യം അവതരിക്കുന്നില്ല? ഈ ആക്ഷേപത്തിൽ യഹൂദർക്കും പ്രത്യേകം പങ്കുണ്ടായിരുന്നു. തൗറാത്ത് മുതലായ വേദഗ്രന്ഥങ്ങൾ ഒരേ പ്രാവശ്യമായിട്ടാണ് അവതരിച്ചിട്ടുള്ളതെന്നാണ് അവർ അതിന് ആസ്പദമാക്കുന്നത്. വാസ്തവത്തിൽ തൗറാത്തും ഇതര വേദഗ്രന്ഥങ്ങളും ഒരേ പ്രാവശ്യമായി തന്നെ അവതരിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതിന് ഖണ്ഡിതമായ തെളിവ് കാണുന്നില്ല. വാസ്തവം അല്ലാഹുവിനറിയാം. ഖുർആൻ സന്ദർഭോചിതം കുറേശ്ശെയായി അവതരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണമാണ് നമുക്ക് പരിശോധിക്കേണ്ടതുള്ളത്. അതിവിടെ ചുരുങ്ങിയ വാക്കിൽ അല്ലാഹു ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരിക്കുന്നു. നിന്റെ ഹൃദയത്തെ അതുകൊണ്ട് സ്ഥിരപ്പെടുത്തേണ്ടതിനു വേണ്ടിയാണ് എന്ന് പറഞ്ഞുവല്ലോ. സൂറത്തുൽ ഇസ്രായിൽ ഇപ്രകാരം കാണാം: വഖുർആനൻ ഫറഖ്നാഹു ലിതഖറഅഹു അലന്നാസി അലാ മുക്സിൻ വനസ്സൽനാഹു തൻസീല. ഖുർആനെ പല പ്രാവശ്യമായി വേറിട്ടവതരിപ്പിച്ചിരിക്കുന്നത് നീ അത് ജനങ്ങൾക്ക് സാവധാനത്തിൽ ഓതിക്കൊടുക്കുവാൻ വേണ്ടിയാകുന്നു എന്ന് സാരം. ഈ 2 വചനങ്ങളിൽ പ്രസ്താവിച്ചതിൻ്റെ വെളിച്ചത്തിൽ ആലോചിക്കുമ്പോൾ ഖുർആൻ ഒരേ പ്രാവശ്യത്തിൽ തന്നെ മുഴുവൻ ഭാഗവും അവതരിക്കാതെ പല ഘടുക്കളായി അവതരിച്ചുകൊണ്ടിരുന്നതിൽ താഴെ കാണുന്ന ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് കാണാവുന്നതാണ്. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുത്തും വായനയും അറിയാത്ത ആളായ സ്ഥിതിക്ക് ഖുർആൻ പഠിക്കുവാനും മനഃപ്പാഠമാക്കുവാനും അത് സഹായകമാകുന്നു. 2. മറവിയോ അബദ്ധമോ അവസരക്കുറവോ പിണയാതെ സൂക്ഷിക്കുവാൻ സൗകര്യം ലഭിക്കുന്നു. 3. ഒറ്റപ്രാവശ്യമായി അവതരിക്കുന്ന പക്ഷം ഖുർആനിലടങ്ങിയ നിയമങ്ങളെല്ലാം തന്നെ ജനങ്ങൾ ഒരടിയായി അനുഷ്ഠിക്കുകയും നടപ്പിൽ വരുത്തുകയും ചെയ്യേണ്ടതായി വരും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ജനങ്ങൾക്കും കൂടുതൽ വിഷമമുള്ളവാക്കുമെന്ന് വ്യക്തമാണ്. ഈ ദോഷം ഇല്ലാതാകുന്നു. 4. അല്ലാഹുവിൽ നിന്നുള്ള സന്ദേശങ്ങൾ ഇടയ്ക്കിടെ ലഭിച്ചുകൊണ്ടിരിക്കലും അതുമായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇടയ്ക്കിടെ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയദാർഢ്യത്തിനും മനസ്സമാധാനത്തിനും ഉപയുക്തമാകുന്നു. 5.
ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന ചോദ്യങ്ങൾക്കും അപ്പപ്പോൾ സംഭവിക്കുന്ന പ്രശ്നങ്ങൾക്കും അതദവസരത്തിൽ തന്നെ ദിവ്യസന്ദേശങ്ങൾ മുഖേന പരിഹാരമാർഗം ലഭിക്കുന്നത് ജനങ്ങളിൽ കൂടുതൽ ഫലവും ശുഷ്കാന്തിയും പ്രചോദനവും ഉളവാക്കുന്നു. 6. ദീർഘകാലമായി അടിയുറച്ചു കഴിഞ്ഞിട്ടുള്ള ചില ആചാരങ്ങളും വഴക്കങ്ങളും സമുദായത്തിൽ നിന്ന് പെട്ടെന്ന് നിർത്തലാക്കുവാൻ പ്രയാസമായിരിക്കും. അവയിൽ താൽക്കാലിക നിയമങ്ങൾ വഴി ക്രമേണ അയവ് വരുത്തിയ ശേഷം സ്ഥിരവും കണിശവുമായ നിയമ നടപടി അവതരിപ്പിക്കുകയും പുതിയ ആചാരവും വഴക്കവും നിലവിൽ വരുത്തുകയും ചെയ്യുവാൻ എളുപ്പമായിത്തീരുന്നു. 7. ഖുർആനോട് കിടനിൽക്കുന്ന ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ അതിൻ്റെ ശത്രുക്കളെ അത് വെല്ലുവിളിക്കുന്ന സ്ഥിതിക്ക് ആ വെല്ലുവിളിയെ നേരിടുവാൻ വല്ലവരും മുതിരുന്ന പക്ഷം അവർക്ക് അതിനുള്ള അവസരം നീണ്ടു നിൽക്കുവാനും അവരുടെ പരാജയം കൂടുതൽ ബോധ്യപ്പെടുവാനും സഹായമായിത്തീരുന്നു. ഇങ്ങനെ പല ഉദ്ദേശ്യങ്ങളും ഗുണങ്ങളും അടങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് ഖുർആൻ ഒറ്റപ്രാവശ്യത്തിലായി അവതരിക്കാതെ അവസരത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് കുറേശ്ശയായി സാവകാശത്തിൽ അവതരിച്ച് 23 കൊല്ലക്കാലം കൊണ്ട് പൂർത്തിയാക്കപ്പെട്ടത്. വിശുദ്ധ ഖുർആന്റെ പ്രത്യേകതകളിൽ ഒന്നാണതും.